പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചയിൽ വൻ പുരോഗതി. യുഎസ് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ ഇന്ന് മറുപടി നൽകിയേക്കും. ഇറാൻ സഹകരിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നല്ല രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Now we're doing well. Now we have to get what we have to get. If we don't do that, we'll have to go a big step further. But with that being said, they want to make a deal. We've had very good talks over the last 24 hours, and it's very possible that we'll make a deal. Yeah, please. അതിനിടെ പുതിയ നടപടിക്രമങ്ങൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്ന് IRGC അറിയിച്ചു. എന്നാൽ ഇറാൻ തീരത്തേക്ക് പോയ ഓയിൽ ടാങ്കർ US ആക്രമിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ വിജു ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഹോർമുസിൽ വീണ്ടും കപ്പലുകൾക്കെതിരെ ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെ US ഇറാൻ സമാധാന ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നു. ട്രംപ് പൊതുവെ പറയാറുള്ളത് പോലെ ഒരു വെറും വാക്കായി ഈ സമാധാന ചർച്ചകൾ മാറുമോ? അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നോട്ട് വെക്കാനാകുമോ? അനുശ്രീ, നിലവിൽ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇറാനും അമേരിക്കയും ഇത്തരത്തിലൊരു അവസാന ഘട്ട ഒരു ചർച്ചയിലാണ് എന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ നിലവിൽ അമേരിക്ക ഇറാന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ചില സമാധാന നിർദ്ദേശങ്ങൾ അത് ഇറാൻ പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉന്നതാധികാര സമിതി ഇത് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനം അറിയിക്കും. ഇന്ന് തന്നെ തീരുമാനം പാകിസ്ഥാനെ കൈമാറും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചകൾ ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇതേ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ നിർദ്ദേശങ്ങൾ അത് ഇറാന് സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ നിലവിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അത് പൂർണ്ണതോതിൽ സമ്മതിക്കുകയാണെങ്കിൽ ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും തുറന്നു നൽകും എന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അത് അവസാന ഘട്ടത്തിലാണ്. ഈ ഒരു എഗ്രിമെന്റ് നിലവിൽ വരുന്നതോടുകൂടി എപ്പിക് ഫ്യൂരി പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നു. അതേസമയം ഇറാനെതിരെ എപ്പോഴത്തെയും പോലെ ഒരു ഭീഷണി മുഴക്കാനും ട്രംപ് മറന്നിട്ടില്ല. ഇറാൻ ഒരു എഗ്രിമെന്റിന് തയ്യാറായില്ലെങ്കിൽ മുൻപത്തേതിനേക്കാൾ ശക്തമായിട്ടുള്ള ബോംബാക്രമണം ഇറാനിൽ നടത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ 24 മണിക്കൂറും ഇറാനുമായിട്ട് നല്ല രീതിയിൽ തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ചെയ്തത്. ഇറാൻ ഒരു എഗ്രിമെന്റിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു ഡീൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഹോർമുസുമായി ബന്ധപ്പെട്ട മറ്റ് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് US ഉപരോധം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കൂ എന്നതാണ് അമേരിക്കൻ നിലപാട്. ഈ US-ന്റെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ ഫ്ലാഗുള്ള ഒരു കപ്പലിന് നേരെ US-ന്റെ സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. MT ഹസ്ന എന്ന് പറയുന്ന ഒരു ഓയിൽ ടാങ്കറിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇത് ഗൾഫ് ഓഫ് ഒമാൻ വഴി ഈ കപ്പൽ ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത് ഈ കപ്പലിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിച്ചതോടെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് US വ്യക്തമാക്കുന്നത്. ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. എന്നാൽ ഈ കപ്പലിന് നാശനഷ്ടങ്ങളുണ്ടോ, ഇതിലെ ഓയിൽ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ജീവനക്കാർക്ക് ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. US പറയുന്നത് ഈ കപ്പൽ നിലവിൽ ഇറാന്റെ തീരത്ത് നിന്ന് മടങ്ങി എന്നതാണ്. മറ്റ് കാര്യങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളോ ഇറാന്റെ പ്രതികരണങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പാകിസ്ഥാന് എന്തായാലും ഇറാൻ ഇന്ന് അമേരിക്കയുടെ നിർദ്ദേശങ്ങളിലുള്ള അന്തിമ തീരുമാനം അറിയിക്കും. അപ്പോൾ ഈ ഒരു ആണവ ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനമാകും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. ശരി, US ഇറാൻ സമാധാന ചർച്ചകൾ അവിടെ പുരോഗമിക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അജയ് സുധ വിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.